പല ആളുകളും ചോദിക്കുന്നുണ്ട് ഏത് എ സിയാ വാങ്ങേണ്ടത്, ഏത് ബ്രാൻഡാ വാങ്ങേണ്ടത്. ചൂടിങ്ങനെ കൂടുകയാണ്, എത്രയോ കോളുകളാണ് വരുന്നത്. അപ്പൊ എ സി വാങ്ങുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കാനുള്ള കുറച്ച് ടിപ്സുകളാണ് ഇതുവഴി ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, എ സി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ ഒരു എ സി ഷോറൂമിലാണ്, ഞാനത് പറയുന്നില്ല, ഞാൻ ബ്രാൻഡ് പറയുന്നില്ല, ഷോപ്പിന്റെ കട പറയുന്നത്, ഇത് പക്ക ഒരു ഇൻഫർമേഷൻ, എന്റെ ചെറിയൊരു പരിചയം നിങ്ങളുമായി പങ്കുവെക്കണം. എ സി ഇന്ന് വാങ്ങേണ്ടത് ഇൻവെർട്ടർ എ സിനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. അത് 3 സ്റ്റാർ പോരാ 5 സ്റ്റാർ ആണെന്ന് നിങ്ങൾക്കറിയാം. അത് തന്നെയാണ് വേണ്ടത്, അതിൽ സംശയം കോംപ്രമൈസ് ഒന്നുമില്ല. ഇനി ഒരു ടണ്ണിന്റെ എ സി 3 സ്റ്റാറും 5 സ്റ്റാറും കൂടി ഒരു 5000 രൂപയുടെ വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഉപയോഗമുണ്ടെങ്കിൽ 3 സ്റ്റാർ വാങ്ങുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ എ സി വെച്ചാൽ ഉപയോഗം കൂടും, അപ്പോൾ 5 സ്റ്റാർ തന്നെ പോകും, കറണ്ട് ബില്ലും കുറയും. ഓക്കെ, ഇനി നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അത് ഏത് റൂമൊക്കെ എങ്ങനെയാണ്. നമ്മുടെ കേരളത്തിൽ ചൂട് കൂടുകയാണ്, വിദേശ രാജ്യം പോലെ ഗൾഫ് പോലെ പഴുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തട്ടുള്ള വീടാണ് എങ്കിൽ, മേൽക്കൂര ഉള്ള ഫ്ലോറുള്ള വീടാണ് എങ്കിൽ, അവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു 1.5 ടൺ തന്നെ നല്ല തണുപ്പ് വേണ്ടി വരും. അതല്ല, ഒരു 100-150 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമാണ്, താഴെയാണെങ്കിൽ 1 ടൺ തന്നെ മതി. അധികവും എ സി താഴെയുള്ള റൂമിൽ വെക്കാൻ ശ്രമിക്കുക. മുകളിലെ റൂമിൽ ചൂട് കൂടുതലായിരിക്കും. പിന്നെ മരങ്ങളൊക്കെ ഉള്ള പരിസരത്തൊക്കെ വീടുകളും മരങ്ങളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ മുകളിലും 1 ടണ്ണ് മതി, താഴെ 1 ടണ്ണ് മതി. ഒറ്റപ്പെട്ട നല്ല വിജനമായ സ്ഥലത്തൊക്കെയാണ് ചൂട് കൂടുക. മേൽക്കൂര ഇല്ലാത്ത അല്ലെങ്കിൽ റൂഫ് ഇല്ലാത്ത വീടിനാണ് ഈ 1.5 ടണ്ണൊക്കെ വേണ്ടി വരിക. അല്ലാത്തൊക്കെ 1 ടണ്ണ് മതി. ഓക്കെ, ഇനി ഏത് ബ്രാൻഡ് വാങ്ങണം എന്നാണ്. അതിനു മുമ്പ് അത് ഉപയോഗിക്കുന്ന കാര്യങ്ങളും പറയാം. ബ്രാൻഡിനെ കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നില്ല. ഓൾമോസ്റ്റ് എയർ കണ്ടീഷണറിന്റെ ഉള്ളിലെ ബോർഡ് പരിശോധിക്കുമ്പോൾ ചൈന നിർമ്മിക്കുന്ന കോമൺ പാർട്സുകളാണ് കണ്ടുവരുന്നത്. അതിനി ഇവർ തരുന്ന ഗ്യാരണ്ടി വാറണ്ടിയാണ് നിങ്ങൾ ചോദിച്ച് വാങ്ങേണ്ടത്. അഥവാ 5 വർഷം പൂർണ്ണ ഗ്യാരണ്ടി ചിലർ പറയുന്നുണ്ട്. അതിന്റെ PCBക്ക് 5 വർഷം ഗ്യാരണ്ടിയും അതിന്റെ കംപ്രസറിന് 10 കൊല്ലം ഗ്യാരണ്ടിയും കമ്പനികൾ പറയുന്നുണ്ട്. കംപ്രസർ സാധാരണ ഡാമേജ് ആവാറില്ല. അത് 5 വർഷമാണെങ്കിലും 10 വർഷമാണെങ്കിലും അത് കത്തിപ്പോകാറില്ല. വളരെ അപൂർവമാണ് കംപ്രസർ ഡാമേജ് ആവുന്നത്. പിന്നെ അതിന്റെ PCB ബോർഡാണ്. അതിന് 2 ബോർഡുകൾ, പ്രധാനമായും 1-2 ബോർഡുകൾ, ചിലപ്പോൾ 2 കൂടുതൽ ഉണ്ടാകും, ബോർഡുകൾ ഉണ്ടാകും. ഈ ബോർഡുകൾക്കൊക്കെ 5 വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് മിക്ക കമ്പനിയും. അത് ഉറപ്പുവരുത്താം. ഇതാണ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതിനുള്ള കുഞ്ഞു മോട്ടോറുകൾക്ക് 1 കൊല്ലം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഗ്യാസിന് 5 കൊല്ലം ഗ്യാരണ്ടി ഉണ്ടോ ഇല്ലയെന്ന് ചോദിക്കുക. പരമാവധി ഒരു 5 വർഷം ഗ്യാരണ്ടി ഉള്ള എയർ കണ്ടീഷണർ സ്വന്തമാക്കുക. 5 സ്റ്റാർ ഇൻവെർട്ടർ ആണെങ്കിൽ സ്റ്റെബിലൈസർ ആവശ്യമേ ഇല്ല. ഞാൻ എന്റെ വീട്ടിൽ സ്റ്റെബിലൈസർ വെച്ചില്ല, നിങ്ങൾക്ക് വെക്കാതിരിക്കാം. ഇതാണ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ വാങ്ങുന്നത് എപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട നമുക്ക് പരിചയമുള്ള ഒരു ഷോറൂമിൽ തന്നെ ആവട്ടെ. ഇടക്കിടക്ക് പൂട്ടിപ്പോയിട്ട് വിഷടിച്ചാൽ ഗൾഫിൽ പോണ ആളുകൾ എടുത്തുന്നത് വാങ്ങാതിരിക്കുക. ഇനി ബ്രാൻഡഡ് ആണെങ്കിൽ തന്നെ ഒരു ഉത്തരവാദിത്തമുള്ള ആ ഷോപ്പാകുമ്പോൾ അവിടെ വിളിച്ചു പറഞ്ഞാൽ വേണ്ടത് അവർ ചെയ്തു തരും. അതാവട്ടെ, അങ്ങനെ ഒരു ബന്ധമുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ് ഉത്തമം. അത് സ്വന്തം നാട്ടിൽ തന്നെ ആവട്ടെ, അത് ദൂരെ ദിക്കിന്ന് വാങ്ങുന്നതല്ല ഉത്തമം. സ്വന്തം നാടിന്റെ അടുത്ത് നിന്ന് പരിചയമുള്ളവരുടെ അടുത്ത് നിന്ന് വാങ്ങുന്നത് തന്നെയാണ് ഉത്തമം. ഇതൊക്കെയാണ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് വളരെ പ്രധാനമായും നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. എ സി ഒരു കൊല്ലത്തിൽ ഓരോ മാസം മിനിമം 1 മണിക്കൂറെങ്കിലും ഒരു എ സി ഓണാക്കി വെക്കണം. അത് എത്ര മഴയുണ്ടെങ്കിലും തണുപ്പാണെങ്കിലും 1 മാസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും 10 മിനിറ്റെങ്കിലും നിങ്ങൾ ആ എ സി ഒന്ന് ഓൺ ചെയ്താൽ അതിൻ്റെ ഉള്ളിലുള്ള പാറ്റ, ഈച്ച, കൂറ, മൂട്ട ഇവരൊക്കെ അവിടെ പാർപ്പിടം ഉണ്ടാക്കിയിട്ടുണ്ടാവും, അവർ ഓടിക്കോളും. അങ്ങനെ നമ്മുടെ PCB കേടുവരാതെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യും. ഇടക്കിടക്ക് വെറുതെ ഒരു സർവീസിന്റെ ആവശ്യമില്ല. ഇതാണ് ഞാൻ ഇന്ന് വീട്ടിൽ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്. ഇടക്കിടക്ക് ഒന്ന് ഓണാക്കുക. നമ്മൾ സാധാരണ ചൂടുണ്ടാകുമ്പോഴേ എ സി ഓണാക്കുള്ളൂ അല്ലേ, ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം, പിന്നെ ഒരു 4 മാസം 5 മാസം അവിടെ വെക്കും. പിന്നെ കാണാൻ അടുത്ത ചൂട് കാലത്ത് അത് ഓണാക്കുക, അത് ഓണാവില്ല. അതിനകത്ത് ഈച്ചയും പാറ്റയും കൂടൊക്കെ പല്ലിയൊക്കെ മുട്ടയിട്ട് ആകെ കൂടി അത് ഷോർട്ടായിട്ടുണ്ടാവും. എ സി ഓണാവില്ല, ബോർഡ് മാറേണ്ടി വരും. എനിക്കും പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഒരു മാസത്തിൽ ഒരു 5-10 മിനിറ്റെങ്കിലും ഒരു ദിവസം ഒന്ന് ഓണാക്കുക, ആവശ്യമില്ലെങ്കിലും. ഇതാണ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഏത് ടെമ്പറേച്ചറിൽ ഇട്ട് വെക്കണമെന്ന് പല ആൾക്കാർക്കും ഇന്നും കൺഫ്യൂഷനാണ്. അതിന്റെ പുറത്തൊരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്, 24 ഡിഗ്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 24 ഇടുക. എന്തിനാണ് 24? നല്ല തണുപ്പ് കിട്ടണമെങ്കിൽ 16-ലല്ലേ ഇടേണ്ടത്? ശുദ്ധ അസംബന്ധമാണത്. ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം 16-ഉം 18-ലും എ സി നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു തണുപ്പ എ സിന്ന് വരില്ല. നമ്മുടെ കാലാവസ്ഥയിൽ അതല്ല, അത്തരം എ സിയും അല്ല നമ്മൾ വെക്കുന്നത്. വിദേശ രാജ്യത്തുള്ളത് ഓക്കെ, സമ്മതിച്ചു, അതിനുള്ള പവർ കപ്പാസിറ്റി അവിടെ ഉണ്ട്. നമുക്ക് അതിനുള്ള കറണ്ട് കപ്പാസിറ്റി ഇല്ല. ആംബിയർ കമ്മിയാണ്. നമുക്ക് ലോഡാണ് കൊടുക്കുമ്പോഴേക്കും വോൾട്ടേജ് ഡ്രോപ്പ് ആവും, അത് എ സിക്ക് ബാധിക്കും. അതുകൊണ്ട് ഇൻവെർട്ടർ എ സി 24 ഡിഗ്രിയിലാണ് ഇട്ട് വെക്കേണ്ടത്. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് എനിക്ക് രണ്ടത്താണിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര പോകണം, 50 കിലോമീറ്റർ യാത്ര ചെയ്യണം.
എനിക്ക് പെട്ടെന്ന് അവിടെ എത്തണം. ഞാൻ കാർ എടുത്തപ്പോൾ അതിന്റെ ഡാഷ്ബോർഡിലെ മീറ്ററിൽ കണ്ടു 240. ഞാൻ അങ്ങോട്ട് ആ 240 ആക്സിലേറ്റർ കൊടുത്തങ്ങോട്ട് പോവല, പെട്ടെന്ന് എത്തണം എനിക്കല്ലേ. അതാണോ ചെയ്യുക? കാരണം എന്താ, അങ്ങനെ ചെയ്യാൻ കഴിയില്ല, അങ്ങനത്തെ റോഡല്ല. പിന്നെ ഈ വണ്ടി ഒരിക്കലും 240 പോവില്ല. അതിന് വല്ല റൺവേയിലൊക്കെ എയർപോർട്ട് കൊണ്ടിട്ടിട്ടാണ് 240 വിടണം. പക്ഷെ തിരിച്ചു വരും തോന്നുന്നില്ല. അപ്പൊ ഇതുകൊണ്ട് 240 നിന്ന് എഴുതിയത് ആ വണ്ടിയുടെ മാക്സിമം വേഗത കമ്പനി ആ ഹൈവേയിൽ വെച്ച് ടെസ്റ്റ് ചെയ്തതിന്റെ കണക്കാ. അത് നമുക്ക് ഓടിക്കാനുള്ളതല്ല. 16 എന്ന് പറയുന്നത് ആ എസിയുടെ ഏറ്റവും മിനിമം അല്ലെങ്കിൽ മാക്സിമം തണുപ്പ്, മിനിമം ചൂട്, മാക്സിമം തണുപ്പ് 16 എന്നാ. അത് 16 നമുക്ക് കിട്ടാനുള്ളതല്ല. അപ്പോൾ ഈ പ്രവാസികളായ ആളുകൾ ഗൾഫിലൊക്കെ 16-ലും 18-ലും ഇട്ട് പൊതച്ചു മൂടി, കമ്പിളി പുതപ്പിൽ പൊതച്ചു മൂടി നാട്ടിലെത്തുമ്പോൾ അവർക്ക് അതേ തണുപ്പ് ഇവിടെ വേണം. അതൊന്ന് ശീലിച്ചാൽ അവർ 4 ദിവസം കൊണ്ട് തിരിച്ചു വരും. 24 ഇട്ടൊന്ന് ഉറങ്ങി നോക്കി, നിങ്ങൾ പുതപ്പില്ലാതെ ഉറങ്ങാൻ പറ്റും. അതുകൊണ്ട് 24 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു അരമണിക്കൂർ മുമ്പ് ഇട്ട് വെച്ചാൽ മതി. അത് പള്ളിയിലായാലും ശരി, വീട്ടിലായാലും ശരി. എനിക്ക് പെട്ടെന്ന് എത്തണം കോഴിക്കോട്ടേക്ക്. ഞാൻ 50-60 പോകാൻ പറ്റൂ. അരമണിക്കൂർ നേരത്തെ പുറപ്പെടണം. അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് എത്താൻ പറ്റും. അതല്ലാതെ 240 സ്പീഡിൽ പോയിട്ട് എനിക്ക് പെട്ടെന്ന് എത്തണം എന്നുള്ളതാണോ? അത് അപകടമല്ലേ? എന്റെ മൈലേജ് വളരെ ഷോർട്ടായിരിക്കും എന്റെ വണ്ടിയുടെ. അത്ര സ്പീഡിൽ പോയാൽ മൈലേജ് കുറയും. അത്രയല്ല, ഒരു 100-120 പോയാൽ പാടില്ല, മൈലേജ് കുറയും. അപ്പൊ 50-60 പോയാലേ എനിക്ക് കൂടുതൽ മൈലേജ് കിട്ടുക എന്റെ വണ്ടിക്ക്. എന്ന പോലെ 24 ഡിഗ്രിയിൽ ഇട്ടാൽ ആ കറണ്ട് ബില്ല് കുറയാ, എസിയുടെ ലൈഫും കൂടും, ആരോഗ്യത്തിനും നല്ലത്. അമൂല്യമാണ് വൈദ്യുതി. അത് പാഴാക്കി പോവാതിരിക്കാനും 24-ലാണ് ഇടേണ്ടത്. അതിപ്പോ സ്റ്റിക്കർ വെച്ച് റെക്കമെൻഡ് ചെയ്തും 24-ലാണ്. ശരീരത്തിനും നല്ലത് 24-ലാണ്. കറണ്ട് ബില്ല് ലാഭിക്കാനും 24-ലാണ് നല്ലത്. ആ എയർ കണ്ടീഷണർ ലൈഫ് കൂട്ടാനും 24-ലാണ് നല്ലത്. അതുകൊണ്ട് എല്ലാവരും 24 ഇട്ട് ശീലിക്കുക. ഇതാണ് എയർ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത എപ്പിസോഡിലൂടെ എസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഹംസ 5 മുക്കിൽ രണ്ടത്താണ്.